പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 17-ാമത് വാക്യം. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞുമിരിക്കുന്നു. അനുഗ്രഹീതമായ ദൈവവചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ യഹോവയായിരിക്കുന്ന ദൈവവും മോശയും തമ്മിലുള്ളതായിരിക്കുന്ന സംഭാഷണമാണ് കാണുവാനായിട്ട് കഴിയുന്നത്. യഹോവയായ ദൈവം മോശയോട് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്നാമതായി യഹോവ മോശയോട് പറയുന്നു, നീ പറഞ്ഞ വാക്കുപോലെ ഞാൻ ചെയ്യും. സാധാരണഗതിയിൽ നാം കേട്ടിട്ടുള്ളത് ദൈവം പറയുന്നതിനെ മനുഷ്യൻ അനുസരിക്കുന്നതാണ്. എന്നാൽ ഇവിടെ അതിന് വിപരീതമായി മനുഷ്യനായ മോശ പറയുന്നതിനെ ദൈവം അതുപോലെ ചെയ്യാം എന്ന് വാക്കു കൊടുക്കുന്നു. എന്താണ് മോശ ദൈവത്തോട് ആവശ്യപ്പെട്ടത്? ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ചു കൊണ്ടുപോകുവാൻ എനിക്ക് സ്വയമേ ചെയ്യുവാൻ കഴിയത്തില്ല. പകരമായി ഒരു ദൂതൻ വന്നാലും പോരാ. ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുതേ എന്നുള്ളതായിരുന്നു മോശയുടെ ആവശ്യം. പ്രിയപ്പെട്ടവരെ, മോശ ആവശ്യപ്പെട്ടത് ഭൗതികമായ ഏതെങ്കിലും നേട്ടങ്ങളോ ഏതെങ്കിലും സ്ഥാനമാനങ്ങളോ ഉയർച്ചകളോ ഒന്നുമല്ല. മറിച്ച് ദൈവത്തിൻ്റെ ആ സാന്നിധ്യം എപ്പോഴും തന്നോട് കൂടെ ഇരുന്ന് തൻ്റെ മേൽ പകർന്നതായിരിക്കുന്ന നിയോഗം നിവർത്തിച്ചു കൊടുക്കണമേ എന്നുള്ളതായിരുന്നു. 40 ദിനരാത്രങ്ങൾ മോശ ദൈവത്തോടുകൂടെ പർവ്വതത്തിലായിരുന്നപ്പോഴും ആ സാന്നിധ്യം അനുഭവിച്ചതാണ് മോശ. ഇപ്പോൾ ആ സാന്നിധ്യത്തിനു വേണ്ടി താൻ പിന്നെയും വാഞ്ചിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആത്മീകമായിരിക്കുന്ന ആഗ്രഹങ്ങളെ അറിഞ്ഞ് അതിനായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് കാണുവാൻ കഴിയുന്നത്, യഹോവയായ ദൈവം മോശയോട് പറയുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞുമിരിക്കുന്നു. ഈ ജനത്തെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയും ഒരുപാട് എതിർപ്പുകളിലൂടെയും വെല്ലുവിളികളിലൂടെയും ആണ് മോശ കടന്നു പോകുന്നത്. മോശയോട് ദൈവം പറയുന്നു, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഞാൻ നിന്നെ അടുത്തറിഞ്ഞുമിരിക്കുന്നു എന്ന്. വേറെ ആരും നിന്നെ അടുത്തറിയുന്നതിനേക്കാളും ഒരുപക്ഷെ നിന്റെ സഹോദരനായിരിക്കുന്ന അഹരോനോ നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ നിന്റെ സഭയാകുന്ന ഇസ്രായേൽ ജനമോ അറിയുന്നതിനേക്കാൾ ഉപരിയായി നിന്നെ പേർ ചൊല്ലി അറിയുന്ന ഒരു ദൈവം. അപ്പോൾ തന്നെ നിന്റെ വേദനകളും നിന്റെ സങ്കടങ്ങളുമെല്ലാം അറിയുന്ന ഒരു ദൈവമാണ് ഞാൻ എന്ന് ഉറപ്പ് കൊടുക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മെ എല്ലാവരെയും അറിയുന്ന, നമ്മുടെ പേർ ചൊല്ലി വിളിക്കുന്ന, നമ്മുടെ വേദനകളും നമ്മുടെ അവസ്ഥകളും അറിയുന്ന ഒരു നല്ല ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അതുകൊണ്ട് ധൈര്യപ്പെടാം. കർത്താവ് നമ്മോട് കൂടെയുണ്ട്, നമ്മെ കൈവിടുകയില്ല. ഈ മരുഭൂമിയിൽ ജയത്തോടെ നടത്തുവാൻ ദൈവം കൃപ നൽകട്ടെ. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.